ഹലോ ഗൈസ്, ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും തലവേദനയുള്ളൊരു കാര്യമാണ് അടുക്കളയിൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് അവിടെയെല്ലാം ക്ലീൻ ചെയ്തിടുക എന്നുള്ളത്. അതിലേറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ തിളച്ച് ചാടുന്ന പാല്, കഞ്ഞി, അങ്ങനെ നമ്മൾ ചോറൊക്കെ ചൂടാക്കാൻ വയ്ക്കുമ്പോൾ കഞ്ഞിയുടെ വെള്ളമൊക്കെ തിളച്ച് ചാടുന്നതൊക്കെ അങ്ങനെ പിടിച്ച് കിടന്ന് കറ പോലെ കാണും. അപ്പം അതൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പണിയാണ്. അപ്പം ഞാനിവിടെ അങ്ങനെ തിളച്ച് ചാടിയത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഗ്യാസ് കുറ്റി ഓഫ് ചെയ്ത് വെക്കുക. ഞാൻ എപ്പോഴും കുക്കിംഗ് ചെയ്യുമ്പോൾ ഗ്യാസ് കുറ്റി ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഓഫാക്കി വെക്കാൻ മറന്നു പോകരുത്. അതുകൊണ്ടാണ് എടുത്ത് കാണിച്ചത്. അപ്പോൾ ഇതിൽ അഴുക്ക് പുരണ്ടിരിക്കുന്ന സ്ഥലത്തെല്ലാം ഞാൻ സോൾട്ടും സിന്തറ്റിക് വിനെഗറും വെച്ചാണ് ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കാൻഡൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കറയുള്ള സ്ഥലത്തെല്ലാം ഉപ്പ് വിതറി അതിൻ്റെ മുകളിലേക്ക് സിന്തറ്റിക് വിനെഗർ ഒഴിച്ച് വയ്ക്കാൻ പോവാണ്. നമുക്ക് ഇതൊന്നല്ലെങ്കിൽ ഹോൾ നൈറ്റ് മുഴുവൻ വയ്ക്കാം ഇതേപോലെ. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ വയ്ക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർ നൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒത്തിരി നല്ല കറയൊക്കെയാണ്. പഴയ സ്റ്റവ് ഇതേപോലെ ഒത്തിരി തിളച്ച് ചാടി വൃത്തികേടായിട്ടിരിക്കുന്നതൊക്കെ നമുക്കിങ്ങനെ ഒരു രാത്രി മുഴുവൻ വെച്ച് പിറ്റേ ദിവസം ക്ലീൻ ചെയ്യുവാണെങ്കിൽ പുതിയതുപോലെ തന്നെ ഇരിക്കും. പഴയ സ്റ്റവൊക്കെ ആണെങ്കിലും ഇതേപോലെ കറയൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് എളുപ്പം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും, ഉപ്പും വിനാഗിരി ഒഴിച്ച്. അപ്പോൾ ഇത് സ്റ്റൗ മാത്രമല്ല, നമുക്ക് ഇപ്പം നമ്മുടെ അടുക്കളയിലൊക്കെ പാത്രം കഴുകുന്ന സിങ്ക്, ടോയ്ലറ്റിലെ കറകളൊക്കെ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഞാനിതേപോലെ ഇങ്ങനെ ഉപ്പ് എല്ലായിടത്തും വിതറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് ഞാൻ വിനെഗർ ഒഴിച്ച് കൊടുക്കുകയാണ്. വിനെഗർ ഒഴിച്ചിട്ട് അത് കുറേശ്ശെ എണ്ണ ഒഴിക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ അത് പരത്തി വയ്ക്കുവാണ്. എല്ലായിടത്തും എത്തുന്ന പോലെ തന്നെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പരത്തി വയ്ക്കുവാണ്. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ നമുക്ക് വയ്ക്കാം. ഞാനൊരു 5 മിനിറ്റ് നേരത്തേക്കേ വയ്ക്കുന്നുള്ളൂ, കാരണം എനിക്കിത് ക്ലീൻ ചെയ്തിട്ട് അടുത്ത് കുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാനിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് വയ്ക്കുന്നുള്ളൂ. ഞങ്ങളുടെ അടുക്കളയിൽ പാല് വാങ്ങിച്ച് കഴിയുമ്പോൾ അത് തിളച്ച് തൂവുക എന്നുള്ളത് ഒരു നിയമം പോലെയാണ്. സ്ഥിരം പാല് ഇതേപോലെ തിളച്ച് തൂവി കറ പിടിച്ച് കിടക്കാറുണ്ട്. അപ്പം ഞാൻ ഇതേപോലെയാണ് ക്ലീൻ ചെയ്തത് കളയുന്നത്. പെട്ടെന്ന് നമുക്ക് പോവുകയും ചെയ്യും. ഒത്തിരി നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അടുക്കള നീറ്റായിട്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിവതും ഇതേപോലെയുള്ള വസ്തുക്കൾ തിളപ്പിച്ച് കളയാതെ സൂക്ഷിക്കുക. കഞ്ഞിയാണെങ്കിലും പാലൊക്കെ ആണെങ്കിലും വെക്കുമ്പോൾ സൂക്ഷിക്കുക. ഇനി അഥവാ തിളച്ച് ചാടിയെങ്കിൽ അപ്പം തന്നെ ഒരു തുണിക്ക് അത് തൂത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതേപോലെ കറ പിടിച്ചൊക്കെ കിടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിലൊന്ന് ഇതേപോലെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ സ്റ്റൗവൊക്കെ നല്ല പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും. ഞാനിത് നല്ലപോലെ കൈകൊണ്ട് പരത്തിയിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഈ പാത്രമൊക്കെ കഴുകുന്ന സ്റ്റീലുള്ളില്ലേ, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാനത് ഉരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് കൈക്കും വലിയ ബുദ്ധിമുട്ട് വരില്ല. പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും. അത് കറയില്ലായിരുന്നു, അപ്പോൾ അത് ഇങ്ങനെ കുതിർന്ന് പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബർണറിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ ഒരു പഴയ ടൂത്ത് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് പഴയ ടൂത്ത് ബ്രഷൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കവിടെ ഈ സ്റ്റീൽ തന്നെ ഇട്ടാണ് ഞാൻ ഉരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ബർണറും അതേപോലെ സ്റ്റാൻഡും ഒക്കെ ഇതേപോലെ വിനെഗർ ഒഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ബർണർ അതിൻ്റേത് ഫിക്സഡാണ്, നമുക്കത് ഊരി മാറ്റാനായിട്ട് പറ്റത്തില്ല. പക്ഷെ മറ്റേ അടുപ്പിൻ്റേത് ബർണർ ഫിക്സഡ് അല്ല, നമുക്കത് ഊരിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് ഇതേപോലെ ഒരു സേഫ്റ്റി പിന്നൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. ഇതും ക്ലീൻ ചെയ്യാറുണ്ട് ബർണറൊക്കെ. അതേപോലെ തന്നെ ആ ഹോളിനുള്ളിലെല്ലാം നമ്മുടെ അടുത്തൊക്കെയുള്ള പപ്പടം കുത്തി പോലത്തെ കൂട്ട് ചെറിയ കമ്പിയോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്നൊക്കെ കടത്തി അതിനിടയിലുള്ള ഇതേപോലെ പൊടിയൊക്കെ കാണും. നമ്മൾ കലമൊക്കെ വയ്ക്കുമ്പം അത് കരിയുള്ള കലമൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ ആ കരിയൊക്കെ പൊടിഞ്ഞ് ഈ ബർണറിനകത്തൊക്കെ വീണ് പിന്നെ നമ്മുടെ ഫ്ലെയിം വരുമ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് കത്താതെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ഈ ബർണറൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ സ്റ്റാൻഡാണെങ്കിലും അതേപോലെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഞാനിത് ഉരച്ചെടുത്തിട്ട് ആദ്യം ഒരു കോട്ടൺ തുണിയിൽ അത് തൂത്തെടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ ആയതുകൊണ്ട് നമ്മൾ നനഞ്ഞ തുണിയിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ കുതിർന്ന് കിടക്കും, പോരില്ല.
അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കോട്ടൺ തുണിയിൽ വൈപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഒരു നനഞ്ഞ തുണിക്ക് അത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പിൻ്റെ അംശമൊന്നുമില്ല, നമ്മളത് ക്ലീൻ ചെയ്തെടുത്തു. ഇപ്പം തന്നെ കണ്ടില്ലേ രണ്ടും അടുപ്പിൻ്റെയും വ്യത്യാസം, നല്ല വ്യത്യാസമില്ലേ. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഈ അടുപ്പിൽ ശരിക്കും പാല് തിളച്ച് ഭയങ്കരമായിട്ട് കട്ടയായിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് കുറച്ച് പാടുണ്ടായിരുന്നു. കുറച്ച് സമയം കൂടി ഇരിക്കുമായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞു 10 മിനിറ്റേ വെച്ചുള്ളൂ, ഒരു 15-20 മിനിറ്റും കൂടെ വയ്ക്കുമായിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് പോകുമായിരുന്നു. ഒത്തിരി സ്ട്രെയിൻ എടുത്തിട്ടാണ് ഞാൻ അത് ഒന്ന് ഉരച്ചെടുത്തത്. എന്നാലും പോയി കിട്ടുമോ, നല്ലപോലെ തന്നെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബർണർ നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. അപ്പം ഞാനത് ഊരി മാറ്റി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ തട്ടി അതിങ്ങനെ എപ്പോഴും ആടിക്കൊണ്ടിരിക്കും. അമ്മൂമ്മമാരുടെയൊക്കെ പല്ല് പോലെ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനതെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും, നമുക്ക് എളുപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി സമയമൊന്നും വേണ്ട. നമ്മളിതേപോലെ ക്ലീൻ ചെയ്യാനിട്ടേച്ച് നമ്മളിതിൻ്റെ സ്റ്റാൻഡ് വെറുതെ അല്ലേ കഴുകുന്നത്, സോപ്പിട്ട് സ്റ്റാൻഡൊക്കെ കഴുകി വെച്ച് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ കുതിർന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കിത് ഉരച്ചെടുക്കാനും പറ്റും. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള ആ പേസ്റ്റ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി അവിടെ തൂത്ത് മുഴുവൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു എന്നുള്ളൂ. നല്ലപോലെ അത് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ ഒരു കോട്ടൺ തുണിയിൽ ആദ്യം ഞാനിത് തുടച്ചെടുത്തിട്ട് പിന്നീട് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ സോൾട്ടല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നനഞ്ഞ തുണിക്ക് അത് ക്ലീൻ ചെയ്യുമ്പം അത് ശരിക്കും പോവില്ല. ഉപ്പിൻ്റെ ഇതെല്ലാം അലുത്ത് തരിതരിയായിട്ട് അവിടെ തന്നെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കോട്ടൺ തുണിക്ക്, ഉണങ്ങിയ ഒരു കോട്ടൺ തുണിക്ക് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് മാക്സിമം പോരും, നമ്മുടെ ആ തുണിയിലേക്ക് പോരും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ വ്യത്യാസം, കണ്ടില്ലേ, വെറുതെ കാണിക്കുന്നതേ അല്ല. ശരിക്കും ഇതിൽ പാല് തിളച്ച് നല്ല കറ പിടിച്ചിരിക്കുകയായിരുന്നു 2 ദിവസമായിട്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ക്ലീൻ ചെയ്യാതിരിക്കുകയായിരുന്നു. നല്ലപോലെ കറയായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും അടുക്കളയിൽ ഏറ്റവും തലവേദനയുള്ളൊരു കാര്യമാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും പാടായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. ചിലവർക്ക് എളുപ്പമാണ്, എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മൾ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ലാത്തൊരു പരിപാടിയാണ് ക്ലീനിങ്. ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് അത്ര പാടില്ല, പക്ഷെ ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പം പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാനിതേപോലെ അതിൻ്റെ കാലൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ എത്ര നീറ്റായിട്ടായിരിക്കണേ. അപ്പോൾ ഇതേപോലെ എത്ര പഴകിയ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും നമ്മുടെ അടുക്കളയിലെ സിങ്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.